എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതാണ് നോക്കൂ ഡീൽ ചെയ്താണ്. നോക്കൂ നമ്മുടെ വണ്ടിയുടെ പരിപാടികൾ ഓരോന്നോരോന്നായിട്ട് നടക്കുവാണ്. അവസാനത്തെ പരിപാടി അണ്ടർ ബോഡി ലൈറ്റ് പരിപാടികൾ, ഇനിയും നെയിം ബോർഡ് പരിപാടി കാര്യങ്ങളൊക്കെ. അപ്പം ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ മേടിക്കാനായിട്ട് ഇവിടെ നേരെ മുക്കത്തിന് പോവാണ്. അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ എന്ത് കൊടുത്തായിരുന്നു, അതായത് നമ്മൾ നമ്മുടെ വണ്ടിക്ക് അടിക്കാനുള്ള പ്രിന്റും കാര്യങ്ങളും അത് എടുക്കണം. അങ്ങനെ കുറച്ച് സാധനങ്ങളും സംഭവങ്ങൾ മേടിക്കാനുണ്ട്. അപ്പം നമ്മൾ ഇവിടെ നേരെ അങ്ങോട്ട് പോവുകയാണ്. നമ്മൾ മുക്കത്തോട്ട് പോവാണ്. യെസ്, അതിനിടയ്ക്ക് നമ്മൾ ആ PK ഹാർഡ്വെയർസിൽ നിന്ന് മേടിച്ച ഒരു സാധനം അടിച്ചു പോയിരുന്നു, അത് വർക്ക് ചെയ്തില്ല. അപ്പം അതും മാറ്റണം. അപ്പം അങ്ങനെയുള്ള കുറച്ച് വർക്ക് ചെയ്യുന്നില്ല. ഇതെന്താ പോസിറ്റീവാ, നമുക്ക് കൊണ്ട് നെഗറ്റീവാ. ഇതെന്നാണ് സംഭവം? ഇല്ല, ഇത് കദേശ്, ഇത് പടേഷ്. മനസ്സിലായോ? അപ്പം അവന് കൺസ്ട്രക്ട് കൊടുത്ത് എല്ലാം റെഡിയാക്കി വരുമ്പോഴത്തേക്ക് ഇപ്പൊ കഴിഞ്ഞു കേട്ടോ. ഇന്നും കൂടെ ഉള്ള പണിയേ ഉള്ളൂ. പിന്നെ നാളെ സ്റ്റിക്കർ വർക്ക്, കുറച്ച് അപ്പോൾസറി വർക്ക്, കുറച്ച് പരിപാടി കഴിഞ്ഞു. യെസ് ഗൈസ്, അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ കാസർഗോഡ് നിന്നാണ് നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഗൈസ്, നമ്മളങ്ങനെ ഫൈനലി പോവുകയാണ് നമ്മൾ സാധനം എടുക്കാൻ വേണ്ടി. ആദ്യം നമ്മുടെ ബസ്സിന് നമ്മൾ ഇതെടുക്കണം, പ്രിന്റ് എടുക്കണം. മീൻസ് വയർ വാങ്ങണേ, വയർ മേടിക്കണം. പിന്നെ അങ്ങനെ കുറച്ച് സാധനങ്ങൾ മേടിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വയർ വാങ്ങണേ, എന്നാലും നമുക്ക് അണ്ടർ ബോഡിലായിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ ചേട്ടേ, വേറെ എന്തെങ്കിലും എടുക്കാൻ പറഞ്ഞിട്ടുണ്ടോ നമ്മൾ? ഇല്ലല്ലോ, ആ സാധനം കയ്യിലില്ല. മറ്റേത് ഇത് നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. പോവാം ഗൈസ്. നോക്ക്, നമ്മൾ നേരെ പോവാണ്. ആദ്യം ഒരു സ്ഥലത്ത് സ്റ്റിക്കർ എടുക്കാം കേട്ടോ. ആദ്യം സ്റ്റിക്കർ എടുത്ത് തിരിച്ചു വരാനാ. സ്റ്റിക്കർ എല്ലാം അവിടെ റെഡിയാണ്. പോകുന്നു, ഇറങ്ങുന്നു, സാധനം കയറുന്നു, പൈസ കൊടുക്കുന്നു, വരുന്നു. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ നേരെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്രോക്സിമേറ്റ് ഇവിടുന്ന് നമുക്കൊരു ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ടോ ചേട്ടേ? 25 കിലോമീറ്റർ. 25-30 കിലോമീറ്ററിന് അടുത്തുണ്ടാവും നമുക്ക് ഇവിടുന്ന് മുക്കത്തിന്. അവിടുന്ന് സാധനം എടുക്കുക, അടുത്ത സ്ഥലത്തോട്ട് വരിക എന്നുള്ളേ ഉള്ളൂ. ഞാനിന്ന് മൊത്തം ക്ലീൻ ഷേവ് ചെയ്ത് കേട്ടോ. എന്തായാലും എൻ്റെ തടി ഒന്ന് കുറയ്ക്കണം, എൻ്റെ ലിവിൻ്റെ. ഞങ്ങൾ അതിനു വേണ്ടിയുള്ള ശ്രമത്തിലാണ്. അതെ. രാവിലെ ചോറ്, ഉച്ചയ്ക്ക് ചോറ്, വൈകിട്ട് ചോറ്, അങ്ങനെ ഡയറ്റ് ചെയ്യാം. അതെ. എന്നാ വ്യക്തി കുണ്ടൻ ഓടോ ഗൈസ്. നോക്ക്, ഫൈനലി നമ്മളങ്ങനെ പിന്നെ പോയി സാധനം എടുത്തിട്ട് വരുന്നു. കഴിഞ്ഞല്ലേ തീർച്ചയായിട്ടും? ഏകദേശം എല്ലാം കഴിഞ്ഞു, പണി കഴിഞ്ഞു. നമ്മുടെ പരിപാടികളൊക്കെ ഏകദേശം കാസർഗോഡ് പോകണ്ടേ. നമ്മുടെ എല്ലാ പരിപാടിയും കാര്യങ്ങളൊക്കെ ഏകദേശം ഒതുങ്ങി, എല്ലാം തീർന്നു. എന്റെ മുടി കണ്ടോ നിങ്ങള്? ഈ മുടി വളരട്ടെ കേട്ടാ. മുടി വളരുന്നുണ്ടാ? എന്റെ മുടി വളർന്നു തുടങ്ങി. മുടി വന്നു കഴിഞ്ഞാലോ ഞാനല്ലാതായി മാറും. എന്നെ സൗന്ദര്യം എന്നെ കാണാൻ. പിന്നെ ആർക്കും എന്നെ പിടിച്ചിരിക്കാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ ഊള. ആ സമയത്തോ മുടി ഉള്ളപ്പോ ഞാൻ സുന്ദരനോ. ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് അറിയോ? മൊട്ട തലയിൽ കട്ടത്താടിയാണ്. അതെ, ഞാൻ അതിന്റെ ഭാഗമായിട്ട്. അല്ല, ഇപ്പത്തെ ട്രെൻഡ് കുണ്ടൻഷിപ്പ്. ഗൈസ്, നമ്മൾ നേരെ പോവാണ്. ആഷിഖാൻ ഇച്ചിരി സീരിയസിന്റെ ആളാട്ടോ. ആഷിഖേട്ടന്റെ വലിയ അംബിഷൻ എന്ന് വെച്ചാൽ പെണ്ണ് കെട്ടണം എന്നുള്ളതാണ്. അപ്പൊ അതിനുവേണ്ടി ആഷിഖേട്ടൻ ശ്രമിച്ചു. കല്യാണമാണോ ആഷിഖേട്ടാ? പള്ളിയാണ് കല്യാണോ? അല്ലല്ലോ, ഇത് ഗൈസ്. നോക്കും. അപ്പം നമ്മള് ഫൈനലി നേരെ പോവാ കേട്ടോ. ഇനിയിപ്പോൾ അവിടെ ചെന്ന് നമുക്ക് സാധനം മേടിക്കാം. നമ്മളുണ്ടല്ലോ, ഈ പോകുന്ന റൂട്ടാണ് താമരശ്ശേരി കഴപ്പമത്തായി വന്നോ? മറ്റേ ഇതിൽ പോയല്ലേ, എക്കോസ്പോണ്ട് പോയല്ലേ ഗൈസ്. നോക്കും. അപ്പം അല്ലേ ഈ റൂട്ടിൽ ചേട്ടാ താമരശ്ശേരി വയനാട് അല്ലേ? ഗൈസ്, താമരശ്ശേരി വയനാട് ആ റൂട്ടാണ്. ഇവിടുന്ന് നമുക്ക് വേണേൽ ഇങ്ങനെ നേരെ കയറിയിട്ട് വേണേൽ കർണാടകയ്ക്കും തിരിയാം, തമിഴ്നാടിനും തിരിയാം. അപ്പോൾ ഏത് രീതി വേണമെങ്കിലും നമുക്ക് പറയാം. പക്ഷേ ഇച്ചിരി ഡേഞ്ചർ റോഡാണ്, കണ്ടാൽ മനസ്സിലാവും. കാരണം വണ്ടികൾ വളരെ കൂടുതലാണ്. അത് മാത്രമല്ല, റോഡിന്റെ അകത്ത് വളവ് നമ്മൾ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കണ്ട. വണ്ടി ചവിട്ടിന്റെ പാട് നോക്കി റോഡ് അത് കണ്ടോ? അവൻ കഴപ്പമത്തല്ല, മുള്ളുമുറിക്കൽ ജോസഫിന്റെ മോനാ. നോക്കൂ, ഫൈനലി നമ്മളങ്ങനെ മുക്കത്ത് നമ്മുടെ പ്രിന്റിംഗ് ഷോപ്പിൽ എത്തിയിരിക്കുകയാണ്. അപ്പം ഇവിടുന്ന് നമ്മൾ നമ്മുടെ പ്രിന്റ് നമ്മുടെ വണ്ടിയിൽ അടിക്കാൻ പോകുന്ന പ്രിന്റുകളാണ് ഈ കാണുന്നത്. നമ്മുടെ വണ്ടിയുടെ ഡിസൈനുകളാണ് ഈ കാണുന്നത്. അപ്പോൾ എല്ലാം നമ്മൾ വെരിഫൈ ചെയ്തു. 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ. ചേട്ടാ പാക്ക് ചെയ്തു. നമ്മൾ പാക്ക് ചെയ്ത് നമ്മളിതിൻ്റെ ഫണ്ടും കൊടുത്ത് പോവുകയാണ്. വെരി നൈസ്, വെരി നൈസ്. ഒന്ന് 3 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ. അടുത്ത ആൾ 2 സ്റ്റെപ്പ് കഴിഞ്ഞു. മുക്കത്ത് നമ്മൾ ഈ കാണുന്ന ഷോപ്പാണോ ഇവിടെ? നിങ്ങൾ കാണുന്നുണ്ടോ ഗൈസ്? കണ്ടോ ഗൈസ്? ഇവിടെ നിന്നാണ് നമ്മൾ ചെയ്തത്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഓണർ വരണം.
എന്നിട്ട് ബില്ല് കൊടുത്തിട്ട് വേണം പോകാൻ വേണ്ടി. ഓണറെ കണ്ടിട്ട് തന്നെ അതെ അതെ അതെ, കിട്ടില്ല മനുഷ്യൻ. നമുക്ക് ആദ്യം നമുക്ക് ഇവിടുത്തെ ഫണ്ട് എത്രയാണെന്ന് ചോദിക്കട്ടെ. ഞങ്ങൾ സ്റ്റിക്കർ അടിച്ചു. ഒരു പരിപാടിയായിരുന്നു, ഒരു പ്രത്യേക ഗംഭീര പരിപാടി എന്ന് കഴിഞ്ഞു. അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ നേരെ തിരിച്ചു പോവാണ്. ഇനിയിപ്പോൾ അടുത്ത സാധനങ്ങളുണ്ട്, അത് കഴിഞ്ഞ് നമ്മൾ നേരെ സോനുവിൻ്റെ അടുത്തോട്ട് പോകും. അപ്പോൾ സോനുവിൻ്റെ അടുത്തോട്ട് പോയിട്ട് ഈ സാധനങ്ങൾ മേടിക്കണമല്ലോ. മേടിക്കണ്ടേ? അത് കഴിഞ്ഞിട്ട് വേറെ തന്നെ മേടിക്കല്ലോ? വേറെ ഒന്നുമില്ലോ? ഉണ്ട് എന്നാ ഒരു ടിന്നർ. ടിന്നർ മേടിക്കാണ്ട്. അത് കൈയും കാലും ഒക്കെ ഇനി കഴുകണ്ടേ എല്ലാ സാധനവും. യെസ് ഗൈസ്, അങ്ങനെയാണ് ഗൈസ് കാര്യങ്ങൾ. ഫൈനലി നമ്മളങ്ങനെ വണ്ടിയുടെ അടുത്തെത്തി. വണ്ടിയുടെ ഓരോ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ടോപ്പ് ലൈറ്റ് ഒക്കെ വെച്ചു. ഇനിയും നെയിം ബോർഡും അതുപോലെ സംഭവങ്ങളും ഉണ്ട്. ഞാൻ അകത്ത് ഓരോന്നോരോന്നായിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഓരോന്നോരോന്നായിട്ട് തുടങ്ങുന്നതേ ഉള്ളൂ. കുറച്ച് കാര്യങ്ങൾ ഇനി ചെയ്യാനുള്ളൂ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നാളെ കഴിഞ്ഞുകൊണ്ട് ഫുൾ പരിപാടി കഴിഞ്ഞ് തീരുവല്ലോ. നാളെ കൊണ്ട് ഇന്നുകൊണ്ട് തന്നെ ഏകദേശം ഒതുങ്ങും അല്ലേ ഗൈസ്? ഇതൊക്കെ നമ്മുടെ RC കേബിളും സാധനങ്ങളൊക്കെ ഇവൻ കണക്ഷൻ കൊടുത്ത് റെഡിയാക്കുന്നുണ്ട് ഈ കാണുന്നത്. അതായത് ഓരോന്നായിട്ട് സെറ്റപ്പ് ചെയ്യുന്നത്. നീ ചാറ്റ് ചെയ്യുന്നുണ്ട്, അത് മൊത്തത്തിൽ കിട്ടുവിട്ടോടാ. അത് ഗൂഗിൾ പേയിലാണ് ചാറ്റ് ചെയ്യുന്നത്, കുഴപ്പമില്ല ഗൈസ്. അതായത് ഇത് നിന്റെ കൈക്കാരനല്ലേ? ശിഷ്യൻ എന്ന് പറയാൻ പറ്റൂല, നൻപൻ അല്ലേ? ഇവര് ശംഭുബന്ധുവാ. ഇതൊന്നും വേറെ ഒന്നും കേട്ടോ, ഇത് കട്ടൻ ചായ കേട്ടോ, തെറ്റിയിരിക്കരുത്. ഇത് കട്ടൻ ചായ അവർ കുടിക്കുന്നതാണ്. കാണിച്ചു കൊടുക്കാം, മട്ട് കാണിച്ചു കൊടുക്കാം. നാളെ അതിന് കേൾക്കേണ്ടി വരും. അപ്പം ഇവർ സോൾഡർ ഇതെല്ലാം റെഡി ആക്കുവാണ്. അതിന് ശേഷം ബാക്കി പരിപാടി സംഭവങ്ങളും ഇതുണ്ട് എല്ലാം കയറി. ഞാൻ നിങ്ങളെ കുറച്ച് കഴിഞ്ഞ് എന്തൊക്കെ ചെയ്തു ഏതൊക്കെ ചെയ്തു ഞങ്ങളിപ്പോ മേടിച്ചോണ്ട് സാധനം തന്നോ? എന്ത് അപ്പാറിന്റെ വയറ് കിട്ടിയില്ലേ? ഇതിപ്പോ വയറ് തെറിഞ്ഞില്ല. അപ്പം ഞാൻ RR മേടിച്ചേ. ഇവിടെ അപ്പാറേ ഉള്ളൂ കേട്ടോ, ഇവിടെ RR ഇല്ല മോനെ. അതായത് ഇത് കണ്ടോ, ഞാൻ വേറെ കുറച്ച് സാധനങ്ങൾ കാണിച്ചാൽ ഇന്നിപ്പോൾ മേടിച്ച കുറച്ച് സാധനങ്ങളുണ്ട്. എന്ത് ഇതാണോടാ? അഗ്നിയുടെ റിലേനെ കുറിച്ച് എനിക്ക് വലിയ അഭിപ്രായമില്ല. ഇന്ന് മേടിച്ച കൂടെന്ത് വണ്ടിയിൽ നിന്ന് എടുത്തില്ല? ഇതാണോ ഇന്ന് മേടിച്ചേ? ഇതാണോടാ? അതിനെ ആയിരിക്കും അമ്മലേ. ഇതാണോ ഇന്ന് മേടിച്ചേ? അഗ്നിയുടെ വയർ അല്ല, ഫിനോലെക്സിൻ്റെ വയറ്, ബില്ല്, ഇതേ ഫീസ് ബോക്സ് 2 എണ്ണം കേട്ടോ. ഒന്ന് മറ്റേതും ഒന്ന് ഇതാ മറ്റേത്. ഇതന്നെ ഇത് ചേസർ. ചേസർ, സലോ ടേപ്പ്, കവറ്, ഫ്യൂസ്, ഏകദേശം എല്ലാ സാധനമായി. മറ്റേ ഇതെല്ലാം തികഞ്ഞോ? മറ്റേ ലൈറ്റുകൾ അതല്ലേ മേളിരിക്കുന്നേ? എന്നാ ആഷിക്ക് മറന്നുപോയി മോനെ. ബാ ഇനി ഇതിൻ്റെ ഉള്ളിൽ ഓരോന്നോരോ. ആഷിക്ക് അണ്ണാ എവിടെ എവിടെ സാധനം വെച്ച സ്ഥലത്തോ? ആഷിക്കേട്ടാ എവിടെയാ? നാട്ടുമാങ്ങയാണോടാ? ഏതാ? ഇതാ മേളില്. ആഷിക്കേട്ടാ നമ്മൾ ബോഡി ലൈറ്റ് മേടിക്കാൻ മറന്നു കേട്ടാ. ഇത് ഒന്നാന്തരം നല്ല എന്നെ പറ്റിയതാ കഴിക്കുക. കാണിച്ചു കൊടുക്കട്ടെ. വേറെ ഇല്ല. നാട്ടുമാങ്ങ എന്ന് കേട്ടിട്ടുണ്ടോ? നാട്ടുമാങ്ങ അത് മൂവാണ്ടൻ മാങ്ങ, നമ്പ്യാര് മാങ്ങ, അൽഫോൺസ മാങ്ങ, കിളിച്ചുണ്ടൻ മാങ്ങ, കോമാങ്ങ, നാട്ടുമാങ്ങ, പേരയ്ക്ക മാങ്ങ, പിന്നെ ഏത് മാങ്ങയുള്ള? കാട്ടുമാങ്ങ. ഇത് കാട്ടുമാങ്ങയാ? ഇത് കാട്ടുമാങ്ങയല്ലേടാ? നാട്ടുമാങ്ങ. അത് തന്നെ കാട്ടുമാങ്ങ. ഇത് നല്ലതാണ്. ഞാൻ മധുരം ഒഴിവാക്കിയോണ്ട് ഒരു സാധനം കഴിക്കില്ല. നാച്ചുറലായ മധുരങ്ങൾക്ക് കുഴപ്പമില്ല, ഈ കൃത്യമായ മധുരങ്ങൾക്ക് അപകടം. ആരാ പറഞ്ഞ? ഞാൻ പറയുന്നു. ലിവിൻ സ്കൂൾ എങ്ങനെ ഉണ്ടാ? ചൊന കൊടുത്തില്ല. മാങ്ങ നല്ല പുളിയാ. എന്താ മധുരം എന്ന് വെച്ചാൽ മധുരമുണ്ട്, പക്ഷെ നോക്കി വെച്ചില്ലേ ചുണ്ടെല്ലാം പൊളിക്കും. അത് കാണിച്ചേട്ടേ. എനിക്ക് വേണ്ട. ഇത് തന്നെ നാട്ടുമാങ്ങ സാധനം. ഇത് കാട്ടുമാങ്ങയാണോ നാട്ടുമാങ്ങയാണോ? ചേച്ചി ഇത് നാട്ടുമാങ്ങയാണോ കാട്ടുമാങ്ങയാണോ? അല്ലേ? ചേച്ചി പറഞ്ഞ കറക്റ്റ് നാട്ടുമാങ്ങ. അത് തന്നെ ചെറിയ സാധനം, ഭയങ്കര പുളിയായിരിക്കും. ഇപ്പം പറഞ്ഞ മനസ്സിലാ. നാട്ടിൽ വരുമ്പോൾ ഇത് നാട്ടുമാങ്ങ, ഇത് ഫോറസ്റ്റിലുണ്ടായി കഴിഞ്ഞാൽ ഇത് കാട്ടുമാങ്ങയാണ്. അതായത് തമിഴ്നാട്ടിൽ നിന്ന് നമ്മൾ പയർ മേടിക്കുകയാണെങ്കിൽ അത് അവിടുത്തെ നാടൻ പയർ. അത് കേരളത്തിൽ വന്ന് നമ്മൾ മേടിക്കുകയാണെങ്കിൽ എന്നാ വരവ് പയർ. അതായത് ഞാനിപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് സംസാരിക്കുകയാണ്, ഞാൻ അവിടുത്തെ ആള്. ഇവിടെ വന്നാൽ ഞാൻ വരത്തൻ എന്ന് പറഞ്ഞാൽ അതിന്റെ വ്യത്യാസം. ഇപ്പൊ ഈ കല്ല് കണ്ണൂർ കല്ല, ഇവിടെ അത് വരവ് കല്ലായി ഗൈസ്. അപ്പം അതാണ് സംഭവം. അപ്പം വണ്ടിയുടെ പരിപാടികൾ ഓരോന്നായിട്ട്
ഇവിടെ പുരോഗമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വാലുവിനെ ഇനി നമുക്ക് അപ്ഡേഷൻ കാണിക്കാൻ സമയമായി ഗൈസ്. അതായത് ഓരോന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് പരിപാടികളും കുറച്ച് സംഭവങ്ങളും കാര്യങ്ങളും ഉള്ളൂ. വലുതായിട്ട് അങ്ങനെ സംഭവങ്ങളും കാര്യങ്ങളും ഇല്ല. വരൂ എൻ്റെ കൂടെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ കറക്റ്റ് സാധനം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഓരോന്നായിട്ട് എണ്ണിപ്പിറക്കി ഞാൻ നിങ്ങളോട് പറയും ഗൈസ്. എണ്ണിപ്പിറക്കി വാ. ഇവിടെ ഒരു ഫാനുണ്ട്, ആ ഫാൻ അത് ഓഫാക്കട്ടെ. ഓ മൈ ഗോഡ്, വാ എന്നാ ചൂടാ. ഇത് നമ്മുടെ ക്യാമറകൾ വെക്കാൻ വേണ്ടി ഒരു 15.4 ഒരു 1900 രൂപയുടെ ഒരു ഡിസ്പ്ലേ, LED ഡിസ്പ്ലേ. ദേ അത് നിങ്ങൾ നേരെ അങ്ങോട്ട് നോക്കി ഫ്രണ്ടിലേക്ക് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാൻ വേണ്ടി സാധിക്കും. ഒരു LED ഡിസ്പ്ലേ നിങ്ങൾക്ക് കാണാം. അപ്പോൾ അതിലാണ് ക്യാമറയുടെ ഇനി സംഭവങ്ങൾ. പക്ഷേ ഇവിടെ വേറെ TVയും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. ഇതുണ്ടോ TV ഇവിടെ ഓൾറെഡി ഉണ്ട്. TV ഓണല്ലേ? TV ഓണാണ്. അപ്പോൾ TVയുടെ സാധനം നമുക്ക് അടച്ചേക്കാം. ഇനി അവിടെ നിന്ന് അങ്ങനെ സംഭവം. ഇനി ഇങ്ങനെ ഒരു സ്ട്രിപ്പും കൂടെ വരാനുണ്ട്, അത് വരുന്നു. പിന്നെ ബേക്കിൽ കുറച്ച് ലൈറ്റിൻ്റെ പരിപാടികൾ, പിന്നെ സൗണ്ട് വർക്കൊക്കെ ഏകദേശം മിക്സർ സാധനങ്ങളൊക്കെ ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് കയറ്റി അവിടെ ഒരു സ്വിച്ചിൻ്റെ അതെല്ലാം കൈ സ്വിച്ചെല്ലാം മാറ്റി ഇനിയിപ്പോൾ അങ്ങോട്ട് സ്വിച്ചുകളുടെ പരിപാടികൾ സംഭവങ്ങൾ. പിന്നെ ഇത് കണ്ടോ, ഇവിടെ ആ സബ്ബൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നായിരുന്നോ, 2 സബ്ബ് കയറ്റിൻ്റെ. അപ്പോൾ ഇത് 4 ohmസിൽ ഇട്ടിട്ട് കുറച്ച് സെറ്റിങ്സ് ഉണ്ട്. ഈ സബ്ബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഇവിടുന്ന് ഇവിടം വരെ വരും. എന്നാലും അതിൻ്റെ വർക്കിങ് കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ആ സംഭവങ്ങൾ അങ്ങനെ കുറച്ച് പരിപാടികൾ സംഭവങ്ങൾ കാര്യങ്ങൾ ഒക്കെ ഇനി ഇവിടെ ഉള്ളൂ. ഇങ്ങനെ പ്രത്യേകിച്ച് പരിപാടികളും കാര്യങ്ങളും ഇവിടെ ഇല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി നെയിം ബോർഡ് വരാനുണ്ട്. അപ്പോൾ നെയിം ബോർഡ് വരണം. അങ്ങനെ കുറച്ച് പരിപാടികളും സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടക്കാനുള്ള. ഫ്രിഡ്ജിൻ്റെ കാര്യങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഇവിടെ നടക്കാനുള്ളത് ഗൈസ്. അപ്പം പിന്നെ കൂടുതൽ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാം ഇതൊന്ന് അറേഞ്ച് ചെയ്ത് വരണം. ഇത് ODX റിമോട്ടും ഉണ്ടോ? ഇതിനൊക്കെ പൈസ കൂടി കേട്ടോ. പണ്ട് ഇത്രയും പൈസ ഇല്ലായിരുന്നു അല്ലടാ ലിവിനെ? ചൈനയിൽ നിന്ന് സാധനം അറിയേണ്ടി കുറഞ്ഞല്ലോ, അതാണ് വിഷയം. ചൈനയാണ്, പക്ക ചൈന. ODS എന്നൊക്കെ പറഞ്ഞാൽ കറക്റ്റ് ചൈനയാണ്. ചൈനീസ് ബ്രാൻഡാണത്. പക്ഷേ പക്ഷേ വേറെ കാര്യമുണ്ട്, നമ്മളെപ്പോലുള്ളവർക്ക് മേടിക്കാൻ പറ്റിയ ഒരു സാധനം. സത്യം കേട്ടോ. അല്ലാത്ത പക്ഷം ഇത് നമ്മളെ പോലെയുള്ളവർക്ക് ഇത് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ഒരു സാധനം. അതാണ് എൻ്റെ യാഥാർത്ഥ്യം. ദീപിച്ചേട്ടൻ 2 വാക്ക് പറഞ്ഞാലും നമ്മളെ കാര്യങ്ങളെ കുറിച്ച്. അത് ഇതാണ്, ഇത് അതാണ്. പറഞ്ഞു കഴിഞ്ഞു. ഇനിയും നമ്മൾ അടിപൊളിയാക്കും. ഗൈസ് രാത്രി ആകുമ്പോൾ ഞാനിത് മൊത്തം ഒന്ന് ഇട്ട് കാണിച്ചു തരാം നിങ്ങളെ. എല്ലാ വർക്കിംഗ് സംഭവം നിങ്ങളെ കാണിച്ചു തന്നില്ല. എടാ അമ്മലേ, ഇന്ന് അടിയിലെ കത്തുന്നത് കാണിച്ചു തരൂലേ? അടി, ഉള്ള്, മേള് ഇതൊക്കെ കാണിച്ചു തരൂലേ? ഇതിപ്പോൾ എന്ത് ചെയ്യാൻ പോന്നീ? ആ പിന്നെ അത് കയറ്റുന്നില്ല. ഒട്ടിക്കണോ? ആ സൈഡല്ലേ? ഇന്നല്ല ഇട്ട് കാണിച്ചു തരൂലേ? നാളെ കൊണ്ട് പണി തീരും അല്ലേ? നാളെ കൊണ്ട് കഴിയും. ഇനി സ്റ്റിക്കറും എല്ലാ സാധനം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അല്ലേ? സ്റ്റിക്കർ നമുക്ക് എടുത്ത് വെക്കണം ആശിക്കേട്ടാ. ആ ഇനി ചൂടുള്ള പലതലത്തിൽ എന്തിനാ കൂട്ടാ? അടിയിലേക്ക് ഇതാണോ ലൈറ്റ് കാണിച്ചേ? ഓ ഇത്രയും കട്ടിയുള്ളല്ലോടാ ഉപയോഗിക്കുന്നേ. മറ്റേ ഇടുക ഒരു സ്ഥലത്തും ഇതേപോലത്തെ എബിനെ, ഒരു സ്ഥലത്തും ഇതേപോലെ അപ്പാറിന്റെ 6-6 ഒന്നും ടൈം വലിക്കില്ല. ഏറ്റവും ലോക്കൽ ലൈനെ വലിക്കുള്ളൂ. അപ്പാറ് വലിക്കുള്ള ആൾക്കാര് ഒന്നും വലിക്കൂല. ഏറ്റവും ലോക്കൽ വയർ. ഗൈസ് നിങ്ങൾ ഒരു വർക്ക്ഷോപ്പിലൊക്കെ ഏറ്റവും കൂടുതൽ പണി എടുക്കാൻ നേരത്തെ ആദ്യം നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ വയർ. ഇതേപോലെ ലോക്കൽ വയറൊക്കെ വലിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും നിങ്ങളുടെ വണ്ടി കയ്യിലുണ്ടെങ്കിൽ നിങ്ങളൊന്ന് നോക്കുക. വണ്ടി കത്തുണ്ടെങ്കിൽ അതേപോലെ നല്ല വയറുകൾ ഇടുക അല്ലേ? ഇവനെ മൊത്തത്തിൽ ചെറിയ പൈസയുടെ വ്യത്യാസം വരുള്ളായിരിക്കും. പക്ഷെ നമ്മൾ ആ ചെറിയ ലാഭം ലാഭിക്കാൻ പോയി കഴിഞ്ഞാൽ മൊത്തത്തിൽ പോകും. അല്ല ഇതിന്റെ സംഭവം എന്ന് വെച്ചാൽ ഇതിന് 500 രൂപ കാണുള്ളൂ. ആ വയർ ഇപ്പൊ 1900. ഇത് നല്ല വയറാ. ഫിനോലെക്സ് അല്ലടാ, ഇത് ഫിനോലെക്സാ. ആ മറ്റേ വയറിന് എത്ര 500 രൂപ ഉള്ള നേരത്തെ. നമ്മുടെ വണ്ടി വലിച്ചാക്കുന്ന മൊത്തം ഫിനോലെക്സും അപ്പാറുവാ. ഇത് ഫിനോലെക്സാ. പക്ഷെ ഈ ഫിനോലെക്സ് ചെറിയ ഇതൊന്നും ഉപയോഗിക്കാം. അത് ഫിനോലെക്സ് എന്താ ഫിനോലെക്സിന്റെ കവറ് കാണിച്ചേ? നീ കളഞ്ഞ കവറ് അതാടാ പെട്ടിയുടെ മേളിൽ കാണിച്ചേ. ഇതാ ഇത് ഫിനോലെക്സാ. ഫിനോലെക്സ് കുഴപ്പമില്ല. പക്ഷെ ഇത് എടുക്കാൻ പറ്റിയൊരു കപ്പാസിറ്റി അതുവരെ ഇതിന് കൊടുക്കാവുള്ളൂ. അത് കൂടുതൽ കൊടുത്താൽ ഈ വയറും അപകടകാരിയായി മാറും. അപ്പോൾ ഇതിന് പറ്റിയ ലോഡ് ഇതിന് കൊടുക്കുക. ഇത് സ്പീക്കർ വയറാണ്. ഇത് സ്പീക്കർ വയർ അല്ലടാ. ഇതെന്തിനാ ഉപയോഗിക്കുന്നത്? ഇത് നിയോൺ സ്ട്രിപ്പ് സോൾഡർ ചെയ്യാൻ വേണ്ടി മാത്രം. അവിടെ നമുക്ക് അത്ര കട്ടിയുള്ള വയർ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെയൊക്കെ ഇത് ഉപയോഗിക്കാം. അതേ സമയത്ത് വലിയ ഉപയോഗങ്ങൾക്ക് അപ്പാറ്, വലിയ ഉപയോഗങ്ങൾക്ക് RR, അപ്പാറ്, V-ഗാർഡ് അല്ലെ പോളി ഗാർഡ് അങ്ങനെയുള്ള നല്ല അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കാം. ഇതിന്റെ ഉള്ളിൽ എന്താണെന്നറിയാം, കോപ്പറാ. മറ്റേതിന്റെ അത് അലുമിനിയം ആയിരിക്കും. തിരുപ്പൂര് പോയിട്ട് ആരോ വയർ മേടിച്ചിട്ട് വയർ ഒടിഞ്ഞൊടിഞ്ഞു പോവാ. ഇങ്ങനെ ആക്കാൻ നേരത്ത് അലുമിനിയം വയർ ഇങ്ങനെ ഒടിഞ്ഞൊടിഞ്ഞു പോകുന്നു. അങ്ങനെ ആകരുത്. കോപ്പറിലായിരിക്കണം വയറുണ്ടാകേണ്ടത്. കോപ്പറിലായിരിക്കണം. ഇതിൻ്റെ MRP എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ് എത്ര രൂപ വരും? 3800 വരും. പക്ഷെ അത്ര ഒന്നും ഇല്ല കേട്ടോ. 1905 രൂപ കിട്ടി. അത്ര പൈസ ഉണ്ടോ?
1995 രൂപ. എത്ര പൈസ ഉണ്ട് അല്ലേ? പക്ഷെ മറ്റേ വയറിന് കനമുണ്ട്. ഇതല്ലേ? ആ നോക്കിയത് തീച്ചേട്ടനാ നല്ല കനമുണ്ട് അല്ലേ? തീച്ചേട്ടൻ പറഞ്ഞാൽ പിന്നെ ഓക്കെ ആട്ടോ. അവസാന തീരുമാനം അന്തിമ ഇതാ. ആ ഇത് 90 മീറ്റർ ഉണ്ടാവും. ആ ഈ ഒരു പെട്ടി അത് 25 മീറ്റർ. ഇതിനെത്രയാടാ? ഇതിനെത്രയാ 600 സംതിങ് ആണ്. ഇതിനോ? പക്ഷെ ഇത് ഫിനോലെക്സ് ആയതുകൊണ്ടാ. ഫിനോലെക്സ് ഫിനോലെക്സ് കുഴപ്പമില്ല. അതല്ല തീച്ചേട്ടൻ ഞങ്ങളിപ്പോൾ സ്റ്റിക്കർ അടിക്കാൻ പറ്റില്ല. അപ്പം എനിക്ക് തീച്ചേട്ടൻ പറയാം അതിനകത്തൊരു അഡീഷണൽ ഒരു ക്ലോക്ക് അല്ല, അതിൻ്റെ പേരെന്നറിയാമോ? കോമ്പസ്. കോമ്പസിന് ക്ലോക്ക് എന്ന് പറഞ്ഞ ആളാണല്ലോ നിങ്ങള്. നമ്മുടെ ലൈനില്ലേ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിമുട്ടായിരിക്കാനല്ലേടാ? സ്ലീവല്ലേ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരഞ്ഞു പൊട്ടായിരിക്കാണ്ട് സ്ലീവിൻ്റെ അകത്തോട്ട് പിന്നെ ഈ വയറ് കയറ്റി എടാ അങ്ങനെ വലിക്കാത്തത് കയറി കയറി പോവോ? പക്ഷെ അറിയുന്നവർക്ക് വലിച്ചിട്ട് കാര്യമുള്ളൂ. ഇവിടുത്തെ വലിക്കാറ് ഇവരൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ കഴിഞ്ഞ 7 ദിവസത്തെ ബലിയാടാ വെട്ടി നശിപ്പിച്ച് കഴുതി പുള്ളി ആവശ്യം മാനസികമായിട്ട് ഇരുന്നു കേട്ടോ. പുള്ളിക്ക് എന്നെ ചെയ്യേണ്ടത് അറിയത്തില്ല. കാരണം ബുദ്ധിപരമായി ഞാൻ ഇവിടെ ഗെയിം കളിക്കാണല്ലോ. ദീപിച്ചേട്ടന് പോലും എന്റെ ഒപ്പം പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല. ഇതാരേ ഇന്നലെ ദീപിച്ചേട്ടൻ ഒന്ന് കരുതിയായി. ഇന്നലെ ദീപിച്ചേട്ടൻ കരുതിയാകാത്ത ഞാൻ മാത്രമേ ഉള്ളൂ. എന്റെ കുതികാലം കരുതിയാകാത്ത ഞാൻ മാത്രമേ ഉള്ളൂ. അതെ സത്യം. അതെന്താ കാരണം? ഞാൻ ഒറ്റയൊരുത്തം കാരണം. ഞാൻ നീങ്ങിട്ട് വെച്ച് തന്നോണ്ടാ ഗൈസ്. അതായത് നമ്മുടെ അമലിന്റെ വീടിന്റെ തൊട്ടു മേലുള്ള പയ്യനാണ്. നിന്നെ ഇന്ന് ആദ്യമായിട്ട് കാണുന്നത്? കഴിഞ്ഞ ദിവസം കണ്ടില്ലല്ലോ. ഒന്നായിരുന്നോ? അപ്പൊ നൈറ്റ് ആയിരിക്കും അവൻ വരുന്നത്. അപ്പൊ നമ്മുടെ സൂപ്പറിന്റെ ലൈറ്റ് ഓരോന്നും എടുത്ത് ഇങ്ങനത്തെ 2-3 ബണ്ടിലുണ്ട്. തീർന്നില്ലടാ എല്ലാം ഫിറ്റ് ചെയ്താ. എല്ലാം മഞ്ഞയുടെ അടുത്തും ഓരോ വെള്ളം. ദിവച്ചേട്ടാ ഇന്ന് ഞാൻ പോയപ്പോൾ മറ്റേ ടോപ്പ് ലൈറ്റ് ഉണ്ടായിരുന്നു 8 എണ്ണത്തിന്റെ. അത് മേടിച്ചാൽ മതിയായിരുന്നു. അതിന് പൈസ കുറവായിരുന്നു. ലുക്കില്ല. ലുക്ക് അത്ര പോരാ. ഡയലോഗ് ഉണ്ട് പറയാം അത്ര പോരാന്ന്. ഇതെല്ലാത്തിലും എടാ അമല ഗൈസ്, അതായത് നമ്മൾ ഇന്ന് രാത്രിയിൽ നിങ്ങളോട് പറഞ്ഞ പോലെ എല്ലാം ഇട്ട് കാണിക്കും. ഇന്ന് രാത്രി ഫൈനൽ എടാ ഒരു മൈക്ക് അല്ല ഒരു ക്യാമറ മാറ്റമുണ്ട് കേട്ടോ അമലെ. ഒരു ക്യാമറ ഒരു ഫാനും ആ സൈഡിലെ പൊട്ടിപ്പോയത്. അത് ഏതോ നാട്ടിലുണ്ട് കേട്ടോ, ഏതോ പഞ്ചായത്തിലുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും ലൈൻ കമ്പിയിൽ ഇതിൽ ഏതെങ്കിലും ഉണ്ടാവും. നാളെ കഴിഞ്ഞത്തോടെ ഏകദേശം നമ്മൾ സ്റ്റിക്കർ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യത ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അത് തൂങ്ങി നിൽക്കുമല്ലോ, താഴെ വേണമായിരിക്കും. അങ്ങനെ ആയാലും സാധ്യത. ഇനിയേ ഇതിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇതും കൊണ്ടൊരു ഓൾ കേരള അടിച്ചതിന് ശേഷമാണ് നമ്മൾ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നമ്മൾ പത്താങ്കോട്ട് പോകും. നമ്മുടെ ആർമി ട്രക്കുകൾ എടുക്കും. ഭാഗ്യമുണ്ടെങ്കിൽ. എങ്ങനെയാണെന്ന് അറിയില്ല. പേപ്പറൊന്ന് ശരിയായാൽ മതിയായിരുന്നെന്നാണ് എൻ്റെ പ്രാർത്ഥന. അതെ, ലോട്ടറി എടുക്കുന്നല്ലേ, ആദ്യം എടുക്കും എന്നിട്ട് കിട്ടിയില്ല വീണ്ടും ഗൈസ്. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. എന്തായാലും ഓ മൈ ഗോഡ്, ഞാനൊരു കാര്യം നിങ്ങളോട് പറയാൻ മറന്നുപോയി. ഈ ഷുഗർ കൊണ്ട് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് പറ്റിയൊരു സാധനമാണ് ചിറ്റാമൃതം. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല, ഞാൻ വെറുതെ പറഞ്ഞു തന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഞാൻ പറഞ്ഞിട്ട് ആരും ഇത് കുടിക്കരുത്. കാരണം എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ എന്നെ എല്ലാവരും കൂടെ ഉറിക്കയറ്റും. അപ്പോൾ ഇതാണ് ചിറ്റാമൃതം. ഇത് കുറേ അധികം ആളുകൾക്ക് ഇതിട്ട് വെള്ളം കുടിച്ചിട്ട് ഷുഗർ കൺട്രോൾ ആകുന്നുണ്ട് എന്ന് പറയുന്നു. അതായത് കുറയൂല, കൺട്രോൾ എന്ന് പറയപ്പെടുന്നു. ഞാൻ തറപ്പിച്ച് പറയാത്തതിൻ്റെ കാരണം നാളെ ആരെങ്കിലും ഇത് കുടിച്ചിട്ട് ചിറ്റാമൃതത്തിന് പകരം വേറെ ഏതെങ്കിലും വേരെടുത്ത് കുടിച്ചിട്ട് പൂസായാലും എന്നെ ഞാൻ പെട്ടു. റൈറ്റ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടോ. അല്ലാതെ എനിക്കങ്ങനെ വേറെ ഇതൊന്നും ഉണ്ടായിട്ടല്ല. അറിയാമല്ലോ, എന്നെപ്പോലെ ഒരു പാവം പയ്യൻ ഇല്ല ഈ ലോകത്തിൽ. പക്ഷെ ഏറ്റവും കൂടുതൽ കരയപരാധം കേൾക്കുന്നത് ഞാനാ. നിങ്ങളോ? എന്നാ ചേട്ടാ, ചിറ്റാമൃതം എന്ന് വെച്ചാൽ ഒരു വള്ളി പോലത്തെ സാധനമാ. ഇതൊരു വള്ളി പോലത്തെ സാധനമാ ഗൈസ്. ഇവിടെയൊക്കെ ചൂട് കൂടി കഴിഞ്ഞ കാരണം സാധനം കുടത്തിലുള്ള വെള്ളം കേട്ടോ. ഇവിടെയൊക്കെ ഇതുണ്ടാ നല്ല തണുപ്പായി ഏത് സമയത്തും. ഇത് വെള്ളം ഒഴിക്കുന്ന കുടം. ഇവിടെ എന്നടാ പറയുന്നത്? അല്ല, എന്നാ പറയാ? പൂജ. ഇവിടെ കൂജ എന്ന് പറയും, നമ്മുടെ ഇവിടെ കുടം എന്ന് പറയും. നിങ്ങളുടെ ഇവിടെ കൂജ. ഇവിടെ കൂജ എന്ന് പറയാ, നമ്മുടെ ഇവിടെ കുടം എന്ന് പറയും. വെള്ളം അല്ലടോ, ഇതിന്റെ പേരാ ഞാൻ പറയുന്നത്. ഇത് ഇങ്ങനെ വെക്കേണ്ടി വരും തളം. നമ്മുടെ ഓരോ കാര്യങ്ങളും അവന്മാർ സോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അതായത് സോൾഡർ അല്ല, എല്ലാം പാക്ക് ചെയ്ത് സെറ്റപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പുറത്ത് നമ്മൾ സ്ലീവ് ഇട്ട് വയർ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോന്ന് എത്ര ദിവസത്തെ അധ്വാനം ഇടാമല്ലേ? കുറേ ദിവസമൊന്നുമില്ല, എനിക്കങ്ങനെ തോന്നുന്നില്ല. അറിയോ ഇങ്ങനെ ഇരിക്കുവാണെന്നുണ്ടെങ്കിലും സംഭവം ഒന്നും അറിയാത്ത പോലെയാണെന്നല്ല, ഒന്നും അറിഞ്ഞില്ലെന്ന് ക്യാമറ പിടിക്കുമ്പോൾ ശരിക്കും അവർക്കറിയാം. അത് അവർ അഭിനയിക്കുകയാണ് കറക്റ്റ് ആയിട്ട്. എന്നാ ഇവര് ഒന്നും അറിയാത്തതുപോലെ. പക്ഷെ ഞാന് കണ്ടതിൽ ഏറ്റവും നല്ല സ്പീഡ് പണിയാ. കഴിഞ്ഞ ദിവസം വരെ ദീപിച്ചാണ്ടായിരുന്നു, ഇപ്പോൾ ഇത് മാറിയോ? അല്ല ഞാൻ ഗൈസ്, നമ്മുടെ വണ്ടിയുടെ പരിപാടി ഇത് കണ്ടോ, ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു വീട്ടിൽ നമ്മൾ സന്ധ്യാപ്രാർത്ഥന നടന്ന പോലെ ഇവരുടെ വീട്ടിൽ ഇതുണ്ടോ വിളക്ക് കത്തിച്ചേക്കുന്നുണ്ട്. അങ്ങോട്ട് നോക്കി, ഇവിടെ എല്ലാ വീട്ടിലും ഒരുപ്പെട്ട വീട്ടിൽ വെക്കും കേട്ടോ. അമ്മലിൻ്റെ വീട്ടിലും വെക്കും, പക്ഷേ അവിടെ നമ്മുടെ വണ്ടിയുടെ സാധനങ്ങൾ വെച്ചാക്കുന്നുണ്ട് ഒന്നും നടക്കില്ല. അതുകൊണ്ടോ അവിടെ മൊത്തം സാധനങ്ങളാണ്, അതുകൊണ്ടായിരിക്കും അവർ വെക്കാത്തത്. ഇവിടെ ഒരുപ്പെട്ട എല്ലാ വീട്ടിലും ഉണ്ട്. ഇല്ലേടാ? ഇല്ലേ? ഇവിടെ വിളക്കുണ്ടോ? കറക്റ്റ് ബാങ്ക് വിളിക്കുന്ന സമയം ഇല്ലേ? ഗൈസ്, ഇവിടെ എല്ലായിടത്തും കൊടുത്തു. അവിടെ എല്ലാ വീട്ടിലും ഉണ്ട്. ഇതുണ്ട്, ഇവിടെ എല്ലായിടത്തും ഉണ്ട് കേട്ടോ. ഞാൻ കുറേ നാൾ കൂടിയാണ് കാണുന്നല്ലടാ. ഞാൻ പണ്ട് നമ്മൾ മട്ടണിലൊക്കെ ആയിരുന്നപ്പോൾ എല്ലാ ദിവസം കാണുമായിരുന്നു. എൻ്റെ വീട്ടിലുണ്ടായിരുന്നു പണ്ട്. അല്ല, എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. ഞാൻ മട്ടണിലായിരുന്നപ്പോൾ കാണാറുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൽ വിളക്കുണ്ടായിരുന്നു. ലാസ്റ്റ് ഞങ്ങളുടെ വീട്ടിൽ നല്ല സാമ്പത്തികം ആയതുകൊണ്ട് അരി മേടിക്കാൻ ഭയങ്കര കാശായതുകൊണ്ട് അത് വിറ്റു. ചെറുപ്പത്തിൽ ഭയങ്കര നിലയിലായിരുന്നു. അപ്പം അത് വിറ്റിട്ട് കാശ് മേടിച്ചു. അതെന്താ തൂക്കിയിടുന്നല്ലായിരുന്നോടാ? തൂക്കിയിടുന്നത്. ഗൈസ്, എന്തായാലും വണ്ടിയുടെ പരിപാടി ഇവിടെ നല്ല രീതിയിൽ പുരോഗമിക്കുകയാണ്. ഞാൻ നിങ്ങളെ ഇതിൻ്റെ മൊത്തം സെറ്റപ്പായിട്ട് നിങ്ങളെ കാണിക്കാലോ എന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിന് ഒരാൾ ഇവിടെ പണിയെടുക്കുന്നുണ്ട്, അമ്മൽ അവിടെ പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും മൊത്തത്തിൽ വർക്കാകട്ടെ. ഗൈസ് നോക്കൂ, ഫൈനലി അങ്ങനെ നമ്മുടെ ലൈറ്റ് അങ്ങനെ റെഡിയായി. രസമുണ്ടല്ലോ. ഇത് സ്റ്റാർ ലൈറ്റ് ഉള്ള സ്റ്റാർ കൊടുത്തിട്ടില്ല. എടാ ബ്ലൂ എന്നടാ കുറഞ്ഞല്ലോടാ, റെഡ് കുറഞ്ഞല്ലോ. റെഡ് ചേസർ കൊടുത്താക്കുമല്ലേ നീ? ഈ സാധാ നമ്മുടെ ഈ സൈഡ് സാധനമല്ലേ ഇത് കൊടുത്താക്കുന്നേ? അല്ലല്ലോ, വേറെ സാധനം. അപ്പൊ നമ്മുടെ ഇതിന് സൈഡിൽ ലൈറ്റ് കത്താണ്ട്, അണ്ടർ ബോഡി കത്താണ്ട്, സ്റ്റാർ ലൈറ്റ് കത്താണ്ട്, അങ്ങനെയുള്ള കുറച്ച് കലാവിരുന്ന സംഭവങ്ങൾ ഇനി നടക്കാണ്ട് ഓരോന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഓരോന്ന് നടക്കാൻ നേരത്ത് കുറേ പേര് അമലിൻ്റെ കോൺടാക്ട് നമ്പർ ചോദിച്ച് വിളിക്കുന്നുണ്ട് കേട്ടോ. ലൈറ്റിന്റെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കണ്ട് ഒരുപാട് സന്തോഷം കേട്ടോ. അമലിന്റെ വർക്ക് എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. എന്തും കാണിച്ചു, ഒന്നും കാണത്തില്ല. ഓപ്പറയൊക്കെ കാണിച്ചോ കേട്ടോ. ഓ, നീ ലൈറ്റ് ഒക്കെ ഓഫ്, നീ സംസാരിക്കോ? നിന്റെ തല കാണത്തില്ല. ഇവന് എന്താ കേസിൽ പിടിച്ച പോലെയാണല്ലോ ഓടുന്നത്. ഗൈസ്, ഇന്നവനെ വിടില്ല കേട്ടോ. നമുക്ക് ഇന്നവനെ പിന്നെ കഴുത് കളിച്ച് വെട്ടി വീഴ്ത്തണം. കളി അറിയില്ലാത്ത ഒരുത്തിനെ പിടിച്ചാലേ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. ഇന്ന് പോലെ നമുക്ക് കഴുത് കളിച്ചിട്ട് കേട്ടോ. ഫൈനലി ഞങ്ങൾ അങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞങ്ങളങ്ങനെ തുടങ്ങി ചീട്ടുകളി. അതിൽ രാജാവായ വ്യക്തിയാണ് ഞാൻ. എനിക്ക് അതിൻ്റെ അഹങ്കാരമൊന്നുമില്ല. ഞാൻ ഇങ്ങനെ ഇരിക്കുക. രാജാവ് 2 പ്രാവശ്യം രാജാവായി. ഞാൻ വീഡിയോ എടുക്കുന്നത് വിചാരിച്ചല്ല. 2 പ്രാവശ്യം രാജാവായി കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ അംഗീകരിക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ തന്നെ എടുത്തു. മന്ത്രിയായവരും കഴുതിയായവർക്കും ഒക്കെ അംഗീകരിക്കാൻ പറ്റുന്നില്ല. അവരൊക്കെ ഇപ്പോഴും ചീട്ടിട്ടോണ്ടിരിക്കുകയാണ്. പിന്നെ ഇവൻ ആദ്യത്തെ രക്ഷപ്പെട്ടത് ഇവൻ ചീട്ട് മേടിച്ചോണ്ടാണ്. അമ്പടാ, നീ ജയിച്ചാ? ഗൈസ് നോക്കൂ, ഞാൻ രാജാവാണ് ഈ കളിയിൽ. രാജാവ് ഗൈസ്. ഇവൻ മന്ത്രി, ഇവനിപ്പം ഏതെങ്കിലും ഒന്നാണ് കേട്ടോ. ദീപിച്ചാണ്ട് നീ കഴുതിയാക്കിയ ഈ കളി ഞാൻ മൊത്തം ചൂട്ടി. വേണം ഞാൻ കളിക്കാൻ നിനക്ക് വേണ്ടി. ഇല്ല, കളിക്കാൻ പറ്റില്ല. ഞാൻ ചീട്ട് കണ്ടു, അല്ലേ ഞാൻ കളിച്ചാനെ. വീഡിയോ കാണുന്നവരെല്ലാം കണ്ട അപ്പുറം പ്രേസ് കിട്ടാന്നുള്ളതൊക്കെ സംഘടിത നിമിഷമാണ് സംഭവിക്കുന്നത്. നോക്കൂ, ഇവിടെ ഈ ചീട്ട്, ഇവിടെ ഈ ചീട്ട്, ഇവിടെ ഈ ചീട്ട്. ഇവനെ ഇതിന്റെ മേലിട്ടാ നീ തോറ്റു. ഇതിന്റെ മേലിട്ടാ നീ തോറ്റു. ഇതിന് താഴെ ഇടാവുള്ളൂ. ഇതിനെ മേലിട്ടാ നീ കളി തോറ്റു. പോയി. ഇനി നീ ഇടണം. ഇനി ഏതെങ്കിലും ഒരു ചെറിയ ചീട്ടുണ്ട് അതേ ഇടാവുള്ളൂ. ഏതിന്റെ ഒരു ചെറുത്. എടാ, നീ തന്നെ കഴിഞ്ഞ പ്രാവശ്യം കഷ്ടിച്ച് ജയിച്ചു. എന്നിട്ട് നീ ഇവന് ബുദ്ധി പറഞ്ഞു കൊടുക്ക. എടാ, നീ ആള് കൊള്ളാലോളാവേ. ഗൈസ് നോക്കൂ, ഞങ്ങൾ ഒഴിവ് സമയങ്ങളിൽ ആനന്ദകരമാക്കാൻ വേണ്ടി ഇങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഗൈസ് കളിക്കാരൻ അവസ്ഥ ഉണ്ട്. അവനെ കാലെ പിടിച്ചിരുത്തേണ്ട അവസ്ഥയായി. ഒരു ചീട്ട് കളിക്കാൻ ആളെ കിട്ടണ്ടേ? ഒരു ചീട്ട് കളിക്കാരന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കണം. ഗൈസ്, ഈ കളി രാജാവ് ഞാൻ, മന്ത്രി അല്ല നീയാ മന്ത്രി, നീ പ്രജ, നിങ്ങളാരാ? കുതിര അല്ല, നീ കരുതിയാലടാ. ഗൈസ് ഫൈനലി ഈ കളിയിൽ ഞാൻ തന്നെ തൂക്കും കേട്ടോ. കാരണം ഞാൻ ഭയങ്കര ബുദ്ധിപരമായിട്ടാണ് കളിക്കുന്നത്. ഇവരങ്ങനെ അല്ല കളിക്കുന്നത്. ഇവര് എവിടെ അത് രാജാവായി അങ്ങനെ അത്ര പേരുണ്ടായിരുന്നു. കറക്റ്റ് ഡാറ്റ കഴിഞ്ഞിട്ട് കേട്ടോ. ഞാനിവിടെ ചീട്ട് കളിച്ചോണ്ടിരിക്കുകയാണ്. ഇനി ഇവിടെ ഞാൻ ബൈക്കിൽ കയറി